ഹേ എവ്രിബഡി, വെൽക്കം ടു ടോക്കിംഗ് കാർസ്. നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള സെഗ്മെന്റ് കോമ്പാക്ട് SUV ആണ്. അതിനു മുമ്പേ എനിക്ക് തോന്നുന്നു കോമ്പാക്ട് സെഡാൻസ് ആയിരുന്നു, അതിനു മുമ്പേ ഹാച്ച് ബാക്സ് ആയിരുന്നു. എന്നാൽ തീരെ അല്ലെങ്കിൽ ഒരിക്കലും നാട്ടിൽ അധികം ഫേമസ് ആവാത്തൊരു സെഗ്മെന്റ് ഉണ്ട്, ആൻഡ് ഇന്റർനാഷണലി ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഇറ്റ്സ് ദ സ്റ്റേഷൻ വാഗൺസ്. നമുക്ക് ഇന്ത്യയിലെ സ്റ്റേഷൻ വാഗൺസ് വളരെ കുറച്ച് വണ്ടികളെ വന്നിട്ടുള്ളൂ. എല്ലാം ഒരു മോർ യൂറോപ്യൻ വൈബുള്ള വാഗൺസ് ആണ് കൂടുതലും വന്നിരിക്കുന്നത്. ആൻഡ് നൺ ഓഫ് ദം ഹാവ് റിയലി വാട്ട് യു സേ സെറ്റ് ദ സെയിൽസ് ചാർട്ട്സ് ഓൺ ഫയർ. ആൻഡ് അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ ആസ് ദീസ് കാർസ് ഗെറ്റ് ഓൾഡർ ദേ ബിക്കമിങ് വെരി വെരി റെയർ. നമുക്ക് ഇന്നിപ്പോൾ നമ്മൾ ഓടിക്കുന്നത് ഫിയറ്റിന്റെ A178 പ്ലാറ്റ്ഫോമിലുള്ള സിയന വീക്കെൻഡ് ആണ്. ഇന്ത്യസ് തേർഡ് സ്റ്റേഷൻ വാഗൺ ആണല്ലേ? അതെ. ആദ്യം നമുക്ക് റോവർ മോണ്ടിഗോ ഉണ്ടായിരുന്നു, പിന്നെ ടാറ്റ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ഐ തിങ്ക് തേർഡ് വൺ ഇതായിരുന്നു അല്ലേ? തേർഡ് വൺ ഇതായിരുന്നു. ഓക്കെ. അതെ, എനിക്ക് തോന്നുന്നു ആൾക്കാരൊക്കെ ശരിക്കും മേടിക്കാൻ പറ്റിയിരുന്ന ഒരു വണ്ടി ഇതായിരുന്നു. കാര്യം റോവർ മോണ്ടിഗോ വാഗൺ ഇന്ത്യയിൽ ഇറങ്ങുമ്പോൾ ഇറ്റ് വാസ് ദ മോസ്റ്റ് എക്സ്പെൻസീവ് കാർ ഓൺ സെയിൽ ഇൻ ഇന്ത്യ. 10 ലക്ഷം രൂപ എങ്ങാണ്ടായിരുന്നു അന്നുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ്, എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ ബയേഴ്സിന്റെയും റഡാറിന്റെ മേലെ കൂടെ പറഞ്ഞിരുന്നൊരു വണ്ടിയാണ്. ഞാൻ ഇതുവരെ ഒരെണ്ണം പോലും കണ്ടിട്ടില്ല അല്ലേ? ഓക്കെ. ഞാൻ കുറച്ചെണ്ണം കണ്ടിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ആൻഡ് പിന്നെ അത് കഴിഞ്ഞ് വന്ന് ടാറ്റ എസ്റ്റേറ്റ് ആണ് എനിക്ക് തോന്നുന്നു ഇന്ത്യൻസ് കാണുന്ന ഒരുവിധം ഇന്ത്യൻസ് എല്ലാവരും കണ്ടിട്ടുള്ള ആദ്യത്തെ സ്റ്റേഷൻ വാഗൺ ടാറ്റ എസ്റ്റേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ, എസ്റ്റേറ്റ് എന്നുള്ള പേരും നമുക്ക് പരിചയമാക്കി തന്നതാണ്. അതെ, ഇപ്പൊ എല്ലാരും എസ്റ്റേറ്റ് ഇപ്പൊ പറയുമ്പോഴും പലരുടെയും കണ്ണി വരുന്ന ടാറ്റ എസ്റ്റേറ്റ് ആണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറെ അധികം വാഗൺസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ ആസ് ഓഫ് നൗ ഒന്നുമില്ല, ഇനിയൊന്നും വരും തോന്നുന്നില്ല അല്ലേ? ഡസന്റ് ലുക്ക് ലൈക്ക്. ആൻഡ് ദാറ്റ് മേക്സ് ദി എക്സിസ്റ്റിംഗ് വാഗൺസ് ഓൾ ദ മോർ കളക്റ്റബിൾ. അപ്പൊ നമുക്ക് എന്തായാലും ഈ വണ്ടിയിലോട്ട് വരാം. സോ ഇത് ഇസ് എ ലേറ്റ് 90s early 2000s സിയന വീക്കെൻഡ് ആണ്. സിയന എന്നുള്ള പേര് അധികം പേർക്ക് ഇപ്പോൾ ഓർമ്മ ഉണ്ടാവാൻ വഴിയില്ല. ഫിയറ്റ് ആദ്യമായിട്ട് ഇറക്കിയ അവരുടെ ഒരു ലക്ഷറി സെഡാൻ ആണിത്. ഇറ്റ് വാസ് ബേസ്ഡ് ഓൺ ദി A178 പ്ലാറ്റ്ഫോം. A178 എന്ന് പറയുമ്പോൾ ഫിയറ്റിന്റെ വേൾഡ് കാർ പ്ലാറ്റ്ഫോം ആണ്. അത് അവര് പല എമർജിങ് മാർക്കറ്റ്സിനും അതേപോലെ പല ഡൈവേഴ്സ് സെറ്റ് ഓഫ് പീപ്പിളിന് കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വണ്ടി ഉണ്ടാക്കിയിട്ട്, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് പല പല അഡാപ്റ്റേഷൻസ് ഉണ്ടാക്കി ഒരു എന്താ പോപ്പുലർ ആക്കാൻ നോക്കിയൊരു ഇതാണ്. നമ്മൾ വേൾഡ് കാർ എന്നൊക്കെ സ്ഥിരം പറഞ്ഞു കേൾക്കുന്ന ഒരു ടേം ഉണ്ട്. ആദ്യം ഒറിജിനലി കേട്ടത് അതിലാണ്. ശരിക്കും പാലിയോ എന്ന് പറയുന്ന വേൾഡ് കാർ, വേൾഡിലെ പല രാജ്യങ്ങളിലും വിൽക്കാൻ ഉദ്ദേശിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കാർ. അത് അന്ന് ദാറ്റ് വാസ് എ ബിഗ് ഡീൽ. കാരണം ഓരോ രാജ്യത്തിന് വേണ്ടി ഓരോ വണ്ടികൾ ഉണ്ടാക്കും. ഇപ്പൊ ഫോർഡ് ആലോചിക്കുകയാണെങ്കിൽ ഫോർഡ് US വേണ്ടി ഉണ്ടാക്കുന്ന വണ്ടികളല്ല യൂറോപ്പിന് വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ടോട്ടലി ഡിഫറെന്റ് ആയിരുന്നു. പക്ഷെ ഇതൊരു കാർ ഉണ്ടാക്കിയിട്ട് ദിസ് ക്യാൻ ബി സോൾഡ് എനിവെയർ വേൾഡിൽ ഒരു 10-100 രാജ്യത്തൊക്കെ വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ അന്ന് വലിയ കാര്യമാണ്. സോ അങ്ങനെ ഉണ്ടാക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ്. ഏറ്റവും വലിയ കാര്യം അതിലെന്ന് പറയുമ്പോൾ ഒരു വേൾഡ് കാർ എന്ന് പറയുമ്പോൾ എപ്പോഴും അത് ഏതാണോ ബെസ്റ്റ് മാർക്കറ്റ് അത് വിൽക്കാൻ നോക്കുന്നത് അവിടെയും അത് കംപ്ലൈന്റ് ആയിരിക്കണം. സോ ദാറ്റ് മീൻസ് ദാറ്റ് ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ് ഈസ് ഗെറ്റിംഗ് എ വേ ബെറ്റർ കാർ. നമുക്ക് ആ സമയത്തുള്ള ഒരു ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കെല്ലാം ആൾക്കാർ ഡെവലപ്പ് ചെയ്ത് വരുന്നേ ഉള്ളൂ. കൂടുതലും കുറെ ഔട്ട്ഡേറ്റഡ് പ്രൊഡക്ട്സ് ആയിരുന്നു നമ്മുടെ ഉണ്ടായിരുന്നത് ആ സമയത്ത് മാർക്കറ്റിൽ. ആൻഡ് നമുക്കൊരു യൂറോപ്യൻ ബിൽഡും ഫീലും അങ്ങനെ 1-2 മാനുഫാക്ചേഴ്സ് മാത്രമേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ആ ഒരു ടൈമിൽ ഈ ഒരു വണ്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇറ്റ് വാസ് റിയലി ക്വൈറ്റ് സംതിങ്. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോമിൽ വേൾഡ് കാർ എന്ന് പറയുമ്പോൾ അഗൈൻ പല പല അഡാപ്റ്റേഷൻസ് ഉണ്ടായിരുന്നു. യു ഹാഡ് ദ പാലിയോ ഹാച്ച് ബാക്ക് വിച്ച് വാസ് ദ ബേസ്. ഇത് അതിന്റെ മുകളിൽ സിയന സെഡാൻ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അത് പെട്ര എന്നുള്ള പേരിലും ലേറ്റർ വിറ്റിട്ടുണ്ട്. പിന്നെ സിയന വീക്കെൻഡ് എന്ന് പറഞ്ഞിട്ട് ഉള്ള സ്റ്റേഷൻ വാഗൺ വേർഷനും ഉണ്ടായിരുന്നു. ഈ 3 വേർഷൻസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ കിട്ടാത്ത സ്ട്രാഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിക്കപ്പും ഉണ്ടായിരുന്നു. അത് ആക്ച്വലി കിട്ടിയിരുന്നത് നന്നായിരുന്നു, നല്ല രസമുണ്ട് കാണാനായിട്ട് അത്. സോ അത് ഇന്ത്യയിൽ വന്നിട്ടില്ല. ഇൻട്രസ്റ്റിംഗ്ലി ഈ 3 വേർഷൻസ് വിറ്റയിലും ഇന്ത്യയിൽ, ദാറ്റ് ഇസ് ദ ഹാച്ച്, ദ സെഡാൻ ആൻഡ് ദ സ്റ്റേഷൻ വാഗൺ, എനിക്ക് തോന്നുന്നു ഏറ്റവും റെയർ ഇവിടെ സ്റ്റേഷൻ വാഗൺ ആയിരിക്കും. അതിപ്പോ പാലിയോയിലായാലും സിയനയിലായാലും ഏറ്റവും റെയറസ്റ്റ് സ്റ്റേഷൻ വാഗൺ ആണ്. ഏറ്റവും കോമൺ വേൾഡിലും സ്റ്റേഷൻ വാഗൺ. അതെ. സോ ഇത് ഈ വണ്ടി സിയന വീക്കെൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം വിറ്റിട്ട് പിന്നീട് അത് പാലിയോ വീക്കെൻഡ് ആയി. അതെ. സോ ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് അതിനെ പാലിയോ വീക്കെൻഡ് എന്ന് വിളിച്ചു. അതെ. ഇത് പ്രീ ഫേസ് ലിഫ്റ്റ്. ഇത് പ്രീ ഫേസ് ലിഫ്റ്റ് ആണ്. ഓക്കെ. സോ ഈ A178 പ്ലാറ്റ്ഫോമിന്റെ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ 4 ഡിഫറെന്റ് വേർഷൻസ് ആണ് വന്നിരിക്കുന്നത്. 4 ടൈപ്സ് എന്ന് പറയാം, ടൈപ്പ് 1 to 4. സോ ടൈപ്പ് 1 ആണ് ഇത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ടൈപ്പ് 2 വന്നതാണ് നമുക്ക് ഇന്ത്യയിൽ നമ്മുടെ പാലിയോന്റെ ലുക്ക് വന്നത്. ക്ലിയർ ലെൻസ് ഹെഡ്ലൈറ്റ്സ് ആൻഡ് 4 ബാരൽ ഹെഡ്ലൈറ്റ് വന്നത് പാലിയോന്റെ ലുക്കിലാണ്. ആ സമയത്ത് സിയന എന്നുള്ള നെയിം അവർ ഡ്രോപ്പ് ചെയ്ത് അതിനെ പെട്രാന്ന് വിളിക്കാൻ തുടങ്ങി ഇടക്കാലത്ത് വെച്ച്. ആദ്യം സിയന ജസ്റ്റ് ഫിയറ്റ് തിങ്സ് വീണ്ടും ആദ്യം ഇതേ വണ്ടി അവര് സിയന എന്ന് പറഞ്ഞ് ഇറക്കി. ദാറ്റ് ഇസ് പാലിയോന്റെ ഫ്രണ്ട് എൻഡും റെഗുലർ ഒരു സിയനയുടെ ടെയിലും ആയിട്ട്.
അപ്പൊ അതിനു മുമ്പ് സിയന എന്നുള്ള പേര് ഇന്ത്യയിൽ അഗൈൻ കുറച്ച് സർവീസും അവരുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാരണം കുറച്ച് ഡള്ളായിട്ട് ഇരിക്കുകയായിരുന്നു. എന്തായാലും ഒരു പുതിയ വണ്ടി കൊണ്ടിറക്കി. അപ്പൊ അതിന് പുതിയ പേര് കൊടുക്കണ്ട, സിയന തന്നെ വേൾഡ് പോലെ കൊടുത്തു. ഏറ്റില്ല, അവരതിന് പേര് മാറ്റി പെട്രാന്നാക്കി. അത് ഏറ്റില്ല. അപ്പൊ അവര് അതിന്റെ പേര് പിന്നെ മാറ്റി മൈസ്ട്രോ എന്നാക്കി. അങ്ങനത്തെ ഒരു വേർഷനായിട്ട് ഇറക്കിയായിരുന്നു അത്. സോ പാലിയോ ആണ് ആക്ച്വലി അതിലത്തെ ഏറ്റവും സക്സസ്ഫുൾ വേർഷൻ. അപ്പൊ എന്തായാലും ഈ സ്റ്റേഷൻ വാഗന്റെ കാര്യം വരുമ്പോഴും നമുക്ക് ഈ പ്രീ ഫേസ് ലിഫ്റ്റില് സിയന്ന വീക്കെൻഡ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഫേസ് ലിഫ്റ്റ് ആയി കഴിഞ്ഞപ്പോൾ അത് പാലിയോ വീക്കെൻഡും പാലിയോ അഡ്വഞ്ചറും ആയി. പിന്നെ അഗൈൻ ജസ്റ്റ് ലൈക്ക് ഓൾ ഫിയറ്റ് തിങ്സ്, പാലിയോ വീക്കെൻഡ് അവരൊരു വണ്ടി ഉണ്ടാക്കി കാണിച്ചു, ഡിസ്പ്ലേ ചെയ്തു, മാഗസീന് ടെസ്റ്റ് ഡ്രൈവ്സ് കൊടുത്തു. പക്ഷെ വണ്ടി ഇറങ്ങിയില്ല അല്ലേ? ലോക്കലി രജിസ്റ്റർഡ് വണ്ടി ഉണ്ട് ഇവിടെ, ഒരു സിൽവർ വണ്ടി ഉണ്ട്. ബട്ട് they didn't really make it. പക്ഷെ ചിലവർ പറയുന്നുണ്ട് കുറച്ച് വണ്ടികൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഒരു വണ്ടി ഇറക്കിയിട്ടുണ്ട്, ആർക്കും അറിയില്ല അത്. എന്തായാലും പിന്നെ വന്നത് അഡ്വഞ്ചർ വേർഷൻ ആണ്. അപ്പൊ അവരാണ് ക്രോസ് ഓവർ ട്രെൻഡിലോട്ട് ആദ്യം കൊണ്ടുവന്നത്. ശരിയാണല്ലേ? എസ്റ്റേറ്റ് ക്രോസ് ഓവർ ഇന്നിപ്പോ ബെൻസ് വോൾവോ ഒക്കെ കാണിക്കുന്നുണ്ട്. ഓൾ ടെറൈൻ എന്ന് പറഞ്ഞിട്ട് ബെൻസിന്റെ വോൾവോന്റെ മറ്റേ ക്രോസ് കൺട്രി എന്നോട്ടൊക്കെ കാണിക്കുന്നത്. Fiat has done this. പണ്ടേ വിട്ടതാ, 10-12 കൊല്ലം മുമ്പ് ഈ പരിപാടി വിട്ടാണ് അവര്. സോ ബേസിക്കലി റേസ്ഡ് എസ്റ്റേറ്റ്, കുറച്ച് ഓഫ് റോഡ് ബിറ്റ്സ് പോലെ മറ്റേ വീൽ ആർച്ചും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി ഓഫ് റോഡി പോലത്തെ റിംസ്. ഡ്യുവൽ റൂഫ് റെയിൽ, ഫ്രണ്ടിൽ ക്രാഷ് ഗാർഡ്, അങ്ങനെ കുറെ സാധനങ്ങൾ. ബട്ട് എന്നാൽ ഈ വണ്ടി ഇതാണ് ഏറ്റവും റയർ. കാര്യം ഇത് ഇസ് എ വെരി ഏർലി കാർ. അന്ന് ഫിയറ്റ് എന്നുള്ള ബ്രാൻഡ് ആണെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് ഗെറ്റിംഗ് പോപ്പുലർ. അതേപോലെ ഈ ഒരു ബോഡി സ്റ്റൈൽ ഇന്ത്യയിൽ ആരും ആഫ്റ്റർ ദി എസ്റ്റേറ്റ് ഡൈഡ് മേ ബി ഡെക്കേഡ് അഗോ പിന്നെ ആരും കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു വണ്ടിയെ പറ്റി ആരും ശ്രദ്ധിച്ചിട്ടില്ല, ആരും കണ്ടിട്ടില്ല. അപ്പോ ഇതൊരു ഭയങ്കര റെയർ സാധനമായിരുന്നു. സിയന്ന എന്ന് പറഞ്ഞ് കാണാൻ തന്നെ കുറച്ച് റെയർ ആയിരുന്നു. ആൻഡ് ദിസ് വാസ് ഈവൻ റെയർ ഓൾവേസ്. എനിക്ക് എറണാകുളത്ത് തന്നെ ഓർമ്മയുണ്ട്. ഐ തിങ്ക് ദേ വർ അബൌട്ട് 3 or 4 മാക്സിമം. നമ്മുടെ അംബാസഡർ എസ്റ്റേറ്റും പ്രീമിയർ എസ്റ്റേറ്റ് ഒക്കെ വേറെ ബോഡി ബിൽഡ് ചെയ്തിരുന്നു കമ്പനീസ്. ആക്ച്വലി അങ്ങനെ ബിൽഡ് ആയിട്ട് അല്ല. സോ ലാൻഡ് മാസ്റ്റർ ആദ്യം വന്നിട്ടുണ്ട്. ബട്ട് അത് കഴിഞ്ഞിട്ട് ഫിയറ്റും പ്രീമിയർ വാഗൺസ് ആർ ഓൾ മേഡ് ബൈ എ കമ്പനി കോൾഡ് സ്റ്റാർലൈൻ. പ്രീമിയർ ഡ്രൈവ് അവേ ഷാസി എന്ന് പറഞ്ഞ സാധനം കൊടുക്കുമായിരുന്നു. അപ്പൊ ഡ്രൈവ് അവേ ഷാസി മേടിച്ചിട്ട് കസ്റ്റമായിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്നതായിരുന്നു. TVS, സ്റ്റാർലൈൻ, അങ്ങനെ കുറെ പേരാണ് ചെയ്തിരുന്നത്. ബട്ട് എനിവേസ് ഫിയറ്റ് വാഗൺസ് നമുക്ക് അന്ന് തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഏതായാലും സിയന്ന സെഡാൻ ലോഞ്ച് ആയപ്പോ അവരുടെ ഒരു റിയലി പ്രീമിയം വെഹിക്കിൾ ആയിരുന്നു ഇൻ ഫിയറ്റ്സ് ഇന്ത്യൻ പോർട്ട്ഫോളിയോ. എനിക്ക് തോന്നുന്നു അടുത്തൊരു 10 കൊല്ലത്തേക്ക് അവർ ഇറക്കിയിട്ടുള്ള ഏറ്റവും പ്രീമിയം വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആ കാലത്തേക്ക് കുറച്ച് ഹൈടെക് ആയിട്ട് കുറെ സാധനങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ബീറ്റ് ദി എഞ്ചിൻ ആണെങ്കിലും യുവർ റെസ്റ്റ് ഓഫ് ദി എക്വിപ്മെന്റ് ആണെങ്കിലും ഇറ്റ് വാസ് ഓൾവേസ് ക്വൈറ്റ് ഹൈടെക്. എഞ്ചിൻ ഇതിന് 2 എഞ്ചിൻസ് വന്നിട്ടുണ്ട്. ആദ്യത്തെ 1.6 ലിറ്റർ ട്വിൻ ക്യാം പെട്രോൾ എഞ്ചിൻ. പിന്നെ നമ്മളിപ്പോ ഓടിക്കുന്ന വണ്ടി അതാണ് 100 bhp 16 valves. അന്ന് 100 bhp ഒക്കെ ബിഗ് ഡീൽ ആയിരുന്നു. ആബ്സല്യൂട്ട്ലി. കാര്യം അന്ന് ഹോണ്ട സിറ്റി ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല, ഉള്ള ചെറിയ കുറെ വണ്ടികൾ മാത്രമേ ഉള്ളൂ. സോ 100 bhp is something and it still feels അത്യാവശ്യം പെപ്പിയല്ലേ. നല്ല മിഡ് റേഞ്ച് ഒക്കെ ഉണ്ട് ഇതിന്. and it sounds good. നല്ല മിഡ് റേഞ്ച് ഉണ്ട്, നല്ല ടോർക്കിയാണ്. ആൻഡ് യു നോ ഒരു ഓടിക്കാൻ ഇപ്പോഴും നല്ലൊരു ഫീൽ ഉണ്ട്. ഫോർ ഇറ്റ്സ് ടൈം ഇത് ഭയങ്കര ഹൈടെക് എഞ്ചിൻ ആയിരുന്നു. സോ അലൂമിനിയം കൺസ്ട്രക്ഷൻ, ഈ പറഞ്ഞ പോലെ റോബോട്ടൈസ്ഡ് എഞ്ചിനുകൾ ഉണ്ടാക്കിയിരുന്ന സോയോടെ ഫിയറ്റ്. 16 വാൽവ് ഫയർ ഫുള്ളി ഇന്റഗ്രേറ്റഡ് റോബോട്ടൈസ്ഡ് എഞ്ചിൻ. 16 വാൽവ്സ് ആയിരുന്നു. DOHC. ആൻഡ് ആ സമയത്തേക്ക് ഇറ്റ് റിയലി വാസ് സംതിങ്. ഇതിന്റെ എഞ്ചിൻ ബാക്ക് എന്ത് ക്ലീൻ ആണല്ലേ. ആബ്സല്യൂട്ട്ലി. ഞാൻ തന്നെ ഞെട്ടിപ്പോ, ഇത്രയും കൊല്ലം ഓടിയിട്ടുണ്ടെന്ന് കണ്ടാൽ തോന്നുന്നില്ല. എനിക്ക് അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ വണ്ടിയുടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാലേ ഇതിന്റെ ഒറിജിനാലിറ്റി ആണ്. ഇപ്പൊ നമ്മൾ ഈ എഞ്ചിൻ പെയിന്റ് അകത്ത് ഇവിടെ കണ്ടോ PDI EKM എന്ന് എഴുതിയിരിക്കുന്നത്. എറണാകുളത്ത് വന്നപ്പോ PDI. അതെ, അതിന്റെ ആ നോട്ട് വരെ ഇതിനകത്ത് ക്ലിയർ ചെയ്ത് കിടപ്പുണ്ട് ഇപ്പോഴും. സോ ദാറ്റ് ഹാസ് നെവർ ബീൻ പെയിന്റഡ് ഓർ അങ്ങനെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ അങ്ങനത്തെ ചെറിയ മാർക്സ് വരെ ഉണ്ട്. അതേപോലെ ബാക്കി സ്റ്റിക്കേഴ്സ് ആണെങ്കിലും ഫാക്ടറിയിൽ നിന്ന് വന്ന സ്റ്റിക്കേഴ്സ് ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഉണ്ട്. വേൾഡ് കാർ ആയതുകൊണ്ട് എല്ലാ ലാംഗ്വേജിലും ഉണ്ട്. അതിനേക്കാൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ഈ ഫിയറ്റിന് ഇങ്ങനെ കുറെ ചെറിയ ചെറിയ സ്റ്റിക്കറുകൾ വെച്ചിട്ട് പോണ സ്വഭാവമുണ്ട്. ഈ വിൻഷീൽഡിൽ ഈ സ്റ്റിക്കർ നമ്മൾ പറഞ്ഞു, ഫിയറ്റിന്റെ നോൺ പൊല്യൂട്ടിംഗ് വെഹിക്കിൾ, ഗ്ലാസ് ഇൻസ്റ്റാളറിന്റെ അസാഹിയുടെ സ്റ്റിക്കർ അടക്കം എല്ലാം ഉണ്ട്.
ഇതിന്റെ ബൂട്ടില് ശരിക്കും ഫിയറ്റുകൾ ഈ A178 ഫിയറ്റുകൾ വന്നു കഴിയുമ്പോഴേക്കും അതിന്റെ കളർ കോഡ് എന്താന്ന് കാണിക്കുന്ന ഒരു സ്റ്റിക്കർ ഉണ്ടാവും. ആ സ്റ്റിക്കർ വരെ ഇപ്പോഴും ഇതിനകത്തുണ്ട്. കുറച്ച് ഫേഡഡ് ആയിട്ടുണ്ട്, ബട്ട് ദി സ്റ്റിക്കർ സ്റ്റിൽ ദേർ. ഗിയർ ബോക്സ് ആണെങ്കിൽ ഒരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അത്യാവശ്യം സ്ലിക്ക് ഷിഫ്റ്റ്സ് ആണ്. ഒരു ഫോൾസ് വിത്ത് ഒരു പോസിറ്റീവ് ആക്ഷൻ. നമ്മളെല്ലാരും വിചാരിക്കും ഇത് പാലിയോം ഇതും എല്ലാത്തിനും എഞ്ചിൻ സെയിം ആണ്, ബട്ട് നമ്മൾ ഫിയറ്റ് എന്നുള്ള മറന്നുപോയി. ഒരു 1-2 സിസിയുടെ വ്യത്യാസമുണ്ട്. 1-2 സിസി 2-3 bhp അങ്ങോട്ട് കൊടുക്ക മാറും, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ ചെറിയ ചെറിയ കുറച്ച് മാറ്റങ്ങളുണ്ട്. സോ അറൌണ്ട് 100 bhp എന്ന് പറയാൻ പറ്റുള്ളൂ. 98 ആയിരുന്നു, 99 ആയിരുന്നു, 100 ആയിരുന്നു, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. സോ അറൌണ്ട് 100 bhp ആണ് ഇത് ഉണ്ടാക്കിയിരുന്നത്. ദെൻ നമുക്ക് ഈ വണ്ടിയിൽ ഈ സിയന എന്നുള്ള ബ്രാൻഡ് ഇന്ത്യ വന്നപ്പോൾ നമുക്ക് ഇതുവരെ നമ്മുടെ മാർക്കറ്റിൽ കിട്ടാത്ത കുറച്ച് സാധനങ്ങൾ ഈ വണ്ടി കൊടുത്തായിരുന്നു. എന്ന് പറയുക, ഫസ്റ്റ് ഓഫ് ഓൾ അതിന്റെ ആ ഒരു യൂറോപ്യൻ ഒരു ബിൽഡ്, ഇറ്റ് നെവർ ഫെൽറ്റ് ലൈക്ക് എ ചീപ്പ് കാർ. ഇപ്പൊ നമ്മളൊരു ഡെവലപ്പിംഗ് മാർക്കറ്റ്സിന് വേണ്ടി ഒരു കാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അതറിയാം, ഓ ഇതെന്തായാലും വരുമ്പോ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്. കുറെ വണ്ടികൾ നമ്മൾ അങ്ങനത്തെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഇമേജിംഗ് മാർക്കറ്റ്സിന് വേണ്ടി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞത് യൂഷ്വലി എല്ലാം കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടിയുള്ള ഒരു എക്സ്ക്യൂസ് ആണ്. ബട്ട് ഫിയറ്റ് അവര് വേൾഡ് കാർ ഉണ്ടാക്കിയപ്പോ ഇറ്റ് വാസ് റിയലി എ വേൾഡ് കാർ. നമുക്കിപ്പോ ഫസ്റ്റ് തിങ്, നമ്മൾ ഈ വണ്ടിക്കകത്തോട്ട് കയറി ഡോറ് തുറക്കുമ്പോൾ തന്നെ ആ 3 സ്റ്റെപ്പ് ഡോർസ് ആണ് വരുന്നത്. അതിൽ തന്നെ നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യാം, അറ്റ്ലീസ്റ്റ് ഫ്രം ദാറ്റ് ടൈം ഇൻ വാട്ട് വാസ് അവൈലബിൾ ഇൻ ഇന്ത്യ. ആൻഡ് ഇറ്റ് ഫീൽസ് റിയലി സോളിഡ്, ഇറ്റ് ഫീൽസ് റിയലി ഹെവി. പണ്ട് പാലിയോക്കാരുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഡോർസ് ദാറ്റ് ഷട്ട് വിത്ത് റിയഷോറിംഗ് തഡ് TM. സോ അങ്ങനത്തെ ഫസ്റ്റ് തിങ്, നമുക്ക് ആ ബോഡി വെയിറ്റ് ആണെങ്കിലും അതിന്റെ ആ ഒരു ഓവറോൾ ബിൽഡും കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ഇസ് വെരി നൈസ്. അകത്ത് കയറിയാലും യുനോ എവറിഥിങ് ഫോൾസ് ടു ഹാൻഡ്. നമ്മളിപ്പോൾ പിന്നെ ലേറ്റർ ഫിയറ്റ്സ് വെച്ച് നമുക്ക് പറയാൻ പറ്റാത്ത ഒരു സാധനമാണ് ദാറ്റ് എർഗണോമിക്സ് നല്ലതാന്നുള്ളത്. ശരിക്കും ഇതിന് കുഴപ്പമുണ്ടായില്ല, ഇതിനൊരു കുഴപ്പമുണ്ടായില്ല. ഇതിന്റെ സീറ്റ്സ് വളരെ നല്ലതാണ്. സ്റ്റിയറിംഗ് ഫീൽസ് വെരി നൈസ്. ആസ് ഇൻ പിടിക്കാനല്ല, സ്റ്റിയറിംഗ് ഫീൽ പിടിക്കാൻ. എനിക്ക് എന്റെ പാലിയോയിൽ ഒരു ലെതർ കവർ ഉണ്ടായിരുന്നു, ബെറ്റർ. ഇതിന് ലെതർ കവർ ഇല്ല, ബട്ട് നോ വെയർ ഓൺ ദ സ്റ്റിയറിംഗ്. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് പ്രിറ്റി ഗുഡ് മെറ്റീരിയൽസ്. ഡാഷും കാര്യങ്ങളും പലവർക്കും ഈ ഒരു ഡിസൈൻ അന്ന് കുറച്ച് പോളറൈസിംഗ് ആയിരുന്നു. കാര്യം ഇവിടെ ഈ ഓപ്പൺ ഗ്ലവ് ബോക്സ് ഒന്നും ഇന്ത്യയിൽ കാണാത്തൊരു കോൺസെപ്റ്റ് ആണ്. അത് സെക്കൻഡ് ഗ്ലോ ബോക്സ് അല്ലേ, ബേസിക്കലി ഒരു സ്റ്റോറേജ് അല്ലേ, എയർ ബാഗ് ഇല്ലാത്തതിന്. അതെ, എയർ ബാഗ് ഇല്ലാത്തതിന്. സോ അങ്ങനത്തെ സാധനം ഒന്നും കണ്ട് നമുക്ക് ശീലമില്ലായിരുന്നു. അപ്പൊ അതിന്റെ ആ ഒരു കുറച്ച് ഓഡ്നെസ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് ഏജ്ഡ് ക്വൈറ്റ് വെൽ. പക്ഷെ എന്നാലും ഒരു കൊഹീസീവ് ഡിസൈൻ ആണ് ഇത്. ഇൻസ്ട്രുമെന്റ് കൺട്രോളും എല്ലാം കൂടെ അതിന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട്. അതെ, നമ്മൾ പറയുന്ന വെഗ്ലിയ ബോർലെറ്റി ഡയൽസ്, പിന്നെ കാണണമെങ്കിൽ ഫെറാറി, മാസറാട്ടി ഇങ്ങനത്തെ മാത്രം ഉണ്ടാവുന്ന ഇതാണ്. സോ ഓൾ ദാറ്റ് ഇസ് ദേർ. അതുപോലെ ചെറിയ കുറെ ടച്ചസ് ഉണ്ട് ഇതിന്റെ അകത്ത്. ലൈക്ക് ഇവിടെ ഒരു ചേഞ്ച് ഹോൾഡർ ഉണ്ട്, കോയിൻ വെക്കാനായിട്ടുള്ള ചെറിയ സാധനം. ആ കാലത്ത് തന്നെ ഡേ നൈറ്റ് മിറർ, ഇന്റേണൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സ് കാര്യങ്ങളെല്ലാം ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത്. അന്ന് ട്വിറ്റർ പോഡ്സും, അന്ന് നമുക്ക് ഇങ്ങനെ ട്വിറ്റർ പോഡും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അന്ന് ആരും ആലോചിച്ചിട്ട് പോലും ഇല്ല. പിന്നെ ഫ്രണ്ട് റിയർ ഫോഗ് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. ആ കാലത്ത് ഇതിന് ഇമ്മൊബിലൈസർ ഉണ്ട്. യെസ്, ഇന്റഗ്രേറ്റഡ് ഓഡിയോ സിസ്റ്റം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ അന്ന് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പൊ ഇതിന്റെ ഹോട്ട് ബോൾ ഫീച്ചേഴ്സിന്റെ കാര്യം പറയുമ്പോഴേ, ഇതിന് അന്ന് തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റ്സ് ഉണ്ടായിരുന്നു. അതങ്ങനെ ആരും വലിയ വാല്യൂ കൊടുക്കാത്തൊരു ഫീച്ചറാണ് ആ കാലത്ത്. കാര്യം അന്ന് ആരും സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല മര്യാദയ്ക്ക്. ബട്ട് ഇപ്പൊ നൗ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫീച്ചർ ടു ഹാവ്. സോ നേരത്തെ ഡയൽസ് പറഞ്ഞപ്പോൾ നമ്മൾ ഫെറാറി മസറാട്ടി കണക്ഷൻ പറഞ്ഞു. ഒരു കണക്ഷനും കൂടി ഉണ്ട്. ഇതിന്റെ ഡിസൈനർ ജോർജെറ്റോ ജുജൈറോ, പുള്ളിയാണ് ഇതിന്റെ ഡിസൈനർ. സോ ഒറിജിനൽ വേർഷൻ 3 വേരിയൻസും തുടക്കത്തിലേ തൊട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ സെഡാനായിട്ടും ഹാച്ച് ആയിട്ടും എസ്റ്റേറ്റ് ആയിട്ടും ഒന്നിച്ച് ഡിസൈൻ ചെയ്തു. അധികം വൈകാതെ തന്നെ അവർ മറ്റേ പിക്കപ്പും കൊടുക്കും. സോ ഇതിന്റെ ഇത് ഫസ്റ്റ് ജെൻ ആണ്. ഫസ്റ്റ് ജെന്നിൽ തന്നെ ഫസ്റ്റ് വേരിയന്റ് ആണ്. സോ ഈ സ്റ്റൈലിംഗ് അന്നത്തിരി നമുക്ക് ഒരു ആദ്യം ഇത്തിരി അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു ഡിഫറെന്റ് ആണ് ഫ്രണ്ട് എൻഡ്, എസ്പെഷ്യലി സെഡാൻ വേർഷന്റെ ടെയിൽ എൻഡും ആ ഒരു സ്മോക്ഡ് പോലത്തെ ടെയിൽ ലൈറ്റും ഒക്കെ കുറച്ച് ബൾബസ് ആയിട്ടും തോന്നുമായിരുന്നു. ബാക്ക് മുഴുവൻ ഒരു സൈസ് കൂടുതലും എല്ലാം കൂടി ആയിട്ട് നമുക്ക് ആദ്യം ഒരു ഇത്തിരി ഇതുണ്ടായിരുന്നു. പക്ഷെ നൗ ഐ തിങ്ക് ഇപ്പൊ ഭയങ്കര കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് അല്ലേ? ഭയങ്കര രസമുണ്ട് ഇപ്പൊ. ഫ്രണ്ട് ഒക്കെ ഒരു രസമുണ്ട്. ആ ഹെഡ് ലൈറ്റും ആ ഗ്രില്ല് സ്ട്രാറ്റിൽ ചെയ്യണ പോലത്തെ ഒരു സംഭവം. ഇൻട്രസ്റ്റിംഗ്ലി ഹെഡ് ലൈറ്റ് പാർട്സ് കിട്ടും അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു ഹാക്ക് ഉണ്ട്. പക്ഷെ ഇത് കണ്ടോ, ഹെഡ്ലൈറ്റ് കിട്ടും. അത് പേടിക്കാറില്ല. നേരെ 2 ലിറ്ററിന്റെ കോക്കിന്റെ ബോട്ടിൽ വെച്ചാൽ മതി. കറക്റ്റ് ഷേപ്പാണ്. സോ അതാണ് ക്വിക്ക് ഹാക്സ്. ബട്ട് അതർവൈസ് സ്റ്റൈലിംഗ് അന്ന് എസ്പെഷ്യലി ആ സെഡാൻ വന്നപ്പോൾ കുറച്ച് റിയർ എൻഡ് ടോളായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് ഓടായിരുന്നു കാണാനായിട്ട്.
ബട്ട് ഈ വാഗൺ വന്നപ്പോ വാഗൺ എപ്പോഴും ഇറ്റ് വാസ് റിയലി ബാലൻസ്. എനിക്ക് അന്ന് ഇത് ഇറങ്ങിയപ്പോ തൊട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഷേപ്പ് ആയിരുന്നു അത്. ജനറലി ഐ ലൈക്ക് വാഗൺസ്, ഐ ലൈക്ക് യൂട്ടിലിറ്റേറിയൻ വെഹിക്കിൾസ്. പക്ഷെ ഇതെന്തോ ദിസ് ഓൾവേസ് സീംഡ് വെരി റൈറ്റ്ലി പ്രൊപ്പോർഷൻ. തീരെ ബൾബസ് അല്ല, ബാക്കിലോട്ടാണെങ്കിലും ഇതാണ് അതിന്റെ ശരിക്കുള്ള ഫോം. അതിനൊരു റൈറ്റ് എമൗണ്ട് ഓഫ് ബൾക്ക് ഉണ്ട്. ലൈക്ക് ബാക്കിലോട്ടുള്ള വാഗൺ ഹാസ് ടു ബി റീസണബിൾ സൈസ് ആയിരിക്കണം. ഭയങ്കര ഓവർ ഇതായിട്ടും തോന്നിയിട്ടില്ല. അതെ, സോ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് വാഗണില് സാധാരണ ഇപ്പൊ നമുക്ക് പല വാഗൺസും, സേ ഫോർ എക്സാമ്പിൾ യുവർ ബലിനോ അൽറ്റൂറ, അത് ബേസിക്കലി ബലിനോട് മറ്റേ ഡിക്കി അങ്ങോട്ട് മുറിച്ചളഞ്ഞ് ഇങ്ങനെ ആക്കിയ പോലെ അത്ര വ്യത്യാസമുള്ളൂ. അല്ലാണ്ട് വേറെ സ്ട്രക്ചറിൽ അതിന് വ്യത്യാസമൊന്നുമില്ല. ഇതിന് വീൽ ബേസ് കൂടുതലുണ്ട്. ഇതിന് വീൽ ബേസ് വ്യത്യാസത്തിന്റെയും പിന്നെ റിയർ സസ്പെൻഷൻ ഫുൾ ഡിഫറൻസ് ഉണ്ട്. മറ്റേ ഹാച്ചിന്റെ സസ്പെൻഷൻ അല്ല. സോ നമുക്ക് സസ്പെൻഷൻ ടവേഴ്സ് ആർ നോട്ട് ഇൻട്രൂഡിങ് ഇൻ ടു യുവർ ഓൾട്ടൂറയിൽ. അതൊരു പ്രശ്നമാണ്, ബൂട്ടിൽ രണ്ട് പീസ് ആയിട്ട് ഇങ്ങനെ നിൽക്കണം. അതെ, അപ്പൊ അതുകൊണ്ട് ഓൾട്ടൂറയുടെ ബൂട്ട് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു വാഗൺ യൂസ് ചെയ്യേണ്ട പോലെ അല്ല. വേറെ ഇത് അങ്ങനെയല്ല. ഇത് നമ്മുടെ പുണ്ടോന്ന് അഡാപ്റ്റ് ചെയ്തിട്ട് എങ്ങാണ്ട് വന്നിട്ടുള്ള സസ്പെൻഷൻ ആണ് പുണ്ടോ പ്ലാറ്റ്ഫോമിൽ നിന്ന്. സോ ഇറ്റ് വാസ് യൂസിങ് മോർ എക്സ്പെൻസീവ് കോമ്പണന്റ്സ് ആൻഡ് സസ്പെൻഷൻ ലേ ഔട്ട് മാറ്റിയിട്ടുള്ളതുകൊണ്ട് തന്നെ ബൂട്ട് സ്പേസും അത്യാവശ്യം യൂസബിൾ ആണ്. അത്യാവശ്യം യൂസബിൾ എന്നല്ല, നല്ല യൂസബിൾ ആണ്. അന്ന് ഫിയറ്റ് ഇന്ത്യയിൽ ഇറങ്ങുമ്പോ തന്നെ അവരുടെ ബൂട്ട് സൈസ് ഭയങ്കര ഒരു സംഭവമായിരുന്നു. ഫിയറ്റ് ഊണോ ഇറങ്ങിയപ്പോ തന്നെ അന്നത്തെ ഈക്വലന്റ് ആയ സെന്നും ബാക്കി വണ്ടികളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഊണോന്റെ ബൂട്ട് വാസ് ഓൾറെഡി ഫാന്റാസ്റ്റിക്. അത് കഴിഞ്ഞ് ഇതിലോട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും സിയന്നയും അത്യാവശ്യം യൂസബിൾ ആണ്. ദിസ് ഇസ് മാസീവ് ആൻഡ് എസ്പെഷ്യലി വിത്ത് ഈ റിയർ സീറ്റ്സും കൂടെ മടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ദൂരെയാണ്, കുറച്ച് നല്ല ദൂരമുണ്ട്. So it's a very practical car in that way. ഇപ്പൊ നമ്മള് ബൂട്ട് സ്പേസിന്റെ കാര്യം പറയുമ്പോ തന്നെ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ ഇപ്പൊ ഒരു സെഡാൻ അല്ലെങ്കിൽ ഹാച്ച് ബാക്കിന്റെ ബൂട്ട് കുറച്ച് ടോളർ ആയിരിക്കും, ലോഡിംഗ് ലിപ്പ്. വേറെ ഇത് വാഗൺ ഉണ്ടാക്കിയപ്പോ അവര് അതിന്റെ ലോഡിംഗ് ലിപ്പും ആ ഹാച്ച് ഡോറും കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്ത് താഴത്ത് ബമ്പറിന്റെ അവിടെ നിന്ന് വരെ ആണ് ഇത് പൊങ്ങുന്നത്. അതായത് ബമ്പറിന്റെ പകുതിയും കൂടി ഈ പറഞ്ഞ ബൂട്ടിന്റെ ഭാഗമാണ്. അതെ, അപ്പൊ അതുകൊണ്ട് ലോഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് സാധനങ്ങൾ. അതേപോലെ പാർസൽ ട്രേ ആണെങ്കിലും നമുക്ക് അത്രയും വലിയൊരു ഇത്രയും ലോങ് ബൂത്ത് ആണല്ലോ, ഇത്രയും വലിയ ട്രേ എടുത്ത് മാറ്റി അവിടെ വെക്കണ്ട. ഒരു ഫോൾഡിംഗ് ട്രേ ആണ്, 3 പീസായിട്ട് സിമ്പിൾ ആക്ഷനിൽ തന്നെ അത് ഫോൾഡ് ആവും. അതിന്റെ അടിയിൽ തന്നെ ടൂൾ ബോക്സും സാധനങ്ങളും വെക്കാനായിട്ട് ചെറിയൊരു ക്രെവിസ് പോലെ ഉണ്ട്. സോ അങ്ങനെ ഇറ്റ്സ് എ വെരി വെൽ ഡിസൈൻഡ് ഏരിയ. സൈഡിൽ സ്പീക്കറും കൊടുത്തിട്ടുണ്ട്. അന്ന് തന്നെ 4 സ്പീക്കർ ഓഡിയോ ആയിരുന്നു. ആൻഡ് നമ്മൾ സീറ്റ്സ് മടക്കണന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ കാറിൽ നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിന്റെ സീറ്റ്സ് കണ്ടോ, മെറ്റീരിയൽ ഇറ്റ്സെൽഫ്. ഇതന്ന് ഫിയറ്റ് ഇറങ്ങിയ ടൈമില് ഫിയറ്റ് ശരിക്കും കുറെ പരീക്ഷിച്ചായിരുന്നു. അന്ന് ദേ ഹാഡ് എ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റിംഗ് കളേഴ്സ്, എക്സ്റ്റേണൽ കളേഴ്സ് ആണെങ്കിലും കളർ ചേഞ്ചിങ് വേർഷൻസ് വരെയൊക്കെ ഫിയറ്റ് ഇറക്കിയിട്ടുണ്ട്. ഓർമ്മയുണ്ടോ? ഒരു ബ്ലൂവും ഒരു ഗ്രീനും പേർപ്പിളും പോലത്തെ കളർ ഇട്ടു, ഒരു കളർ ചേഞ്ചിങ് എഫക്ട് ഒക്കെ ഉണ്ടായിരുന്നു, കളേഴ്സ് ഉണ്ടായിരുന്നു. സോ അതുവരെ ഇവര് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ടൈമില്. ആൻഡ് ഇന്റീരിയർ അന്ന് ഞാൻ ആദ്യമായിട്ട് ഈ കളർ കാണുമ്പോൾ ഞാൻ ഇത് എന്തൊരു കളറാണിത്, ബ്ലൂ ഒക്കെ അല്ല, ബ്ലൂ മാത്രമല്ല, ബ്ലൂ ഉള്ള കളേഴ്സ് എല്ലാം ഉണ്ട്. ആൻഡ് അന്ന് നമ്മൾ അങ്ങനെ കണ്ടിട്ടുമില്ല. ലൈക്ക് സാധാരണ നമ്മൾ ഗ്രേ കളർ ഇന്റീരിയേഴ്സ് മാത്രമേ കാണാറുള്ളൂ ആ സമയത്ത്, ഗ്രേ ഓർ ഗ്രേജ് ഓർ വാട്ട് എവർ. ഇല്ല, അന്ന് ബേജ് പോലും ഇല്ല. അപ്പൊ അവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഒരു കളർ സ്കീം എന്ന് പറയുമ്പോൾ ദാറ്റ് വാസ് റിയലി സംതിങ്. ആൻഡ് പല മെറ്റീരിയൽസ് അവർ ട്രൈ ചെയ്തിരുന്നു. ഇപ്പൊ പാലിയോല് മറ്റേ വെലോർ പോലത്തെ ഒരു സാധനവും ഫാബ്രിക് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു ഡിഫറെന്റ് ഫാബ്രിക് ആണ്. ഫീൽസ് വെരി നൈസ് ആക്ച്വലി. ഒരു ഹാർഡ് വെയറിംഗ് ആണെന്ന് അറിയാം, കാര്യം ഈ വണ്ടി ഇപ്പൊ എത്രയായി, 10-25 കൊല്ലമായി. ശരിയാണല്ലേ? ഡസന്റ് ഫീൽ ലൈക്ക് ദാറ്റ്. ഇത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് വീക്കെൻഡ് ആയിരിക്കണം. ഹാസ് ടു ബി ബിക്കോസ് ഞാൻ ഈ വണ്ടി ഐ ബീൻ സീയിങ് ദിസ് റണ്ണിങ് അറൗണ്ട് ഹിയർ ഇൻ കൊച്ചിൻ ഫ്രം ന്യൂ. അപ്പൊ അങ്ങനെ കുറെ കാലം ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറെ കാലം ഇത് കാണാണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചു പോയി, തീർന്നു, ആരെങ്കിലും കളഞ്ഞിട്ടുണ്ട്. അതെ, കാര്യം അന്ന് ഇവിടെ 2 വൈറ്റ്, ഒരു ഗ്രീൻ ആൻഡ് ഒരു വേറെ സിൽവറിഷ് ഒരു കളറും, ഇത്രയും വണ്ടികളാണ് എനിക്ക് ഇവിടെ ഓർമ്മയുണ്ടായിരുന്നത്, വിച്ച് വർ ഡെലിവേർഡ് ന്യൂ ഹിയർ ഇൻ കൊച്ചിൻ. അപ്പൊ അതില് ഗ്രീൻ കാർ ഹാസ് ഡിസപ്പിയർഡ്. രണ്ടാമത്തെ വൈറ്റ് കാർ ആണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ആർട്ട് കാർ എന്തോ ആയിട്ട് എന്തോ കുറച്ച് പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ട് എവിടെയോ കണ്ടായിരുന്നു. സിൽവർ കാർ ഹാസ് ഡിസപ്പിയർഡ്. പിന്നെ ഉള്ളത് ഈ വണ്ടിയായിരുന്നു. ഇതും അങ്ങനെ കുറെ കാലം കാണാണ്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറച്ചാള് മുമ്പേ നമ്മുടെ ഒരു ഫ്രണ്ട് വിഷ്ണു, ഹി ഹസ് ഫൗണ്ട് ദിസ് കാർ. അങ്ങനെ അവനത് മേടിച്ചു. ആൻഡ് എന്താ പറയാ, നല്ല കണ്ടീഷനിലായിരുന്നു, ബട്ട് നീഡിങ് കെയർ. കറക്റ്റ് പോയിന്റിലായിരുന്നു. അപ്പൊ അവനെന്തായാലും ഹി ഈസ് ഓൾസോ സ്റ്റാർട്ടഡ് ഹിസ് ഒരു റെസ്റ്റോറേഷൻ ജേർണി ഇതിന്റെ.
കുറെ മെക്കാനിക്കൽ ബേസിക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കോസ്മെറ്റിക്കലി ദ കാർ വാസ് വെരി ക്ലീൻ. ഇപ്പോഴും എന്താ ഇന്റീരിയറും കാര്യങ്ങളും നോക്കി കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് കണ്ണടച്ചിരുത്തി കഴിഞ്ഞത് എത്ര വലിയ പഴക്കമുണ്ടാകാണെന്ന് പറയാൻ പറ്റൂല. ഒരു 3-4 കൊല്ലം പറയും. അതെ, കൂടിപ്പോയാ. ആക്ച്വലി ഡാഷ്ബോർഡ് ഒക്കെ കണ്ട പണ്ടൊക്കെ നമ്മൾ ഓരോ വണ്ടികളൊക്കെ ഫെയ്ഡ് ആവണ കണ്ട് ഇതിപ്പോ അതുപോലെ തന്നെ ഇരിപ്പുണ്ട്. അതെ, അനങ്ങിയിട്ടില്ല. And this has done 60,000 kilometers. കണ്ടാ പറയൂല. ഫാക്ടറി പെയിന്റ് ആണ്, ഫാക്ടറി എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒരു നല്ലൊരു ടൈം ക്യാപ്സ്യൂൾ ആണ് ആക്ച്വലി വണ്ടി, അല്ലേ? എനിക്ക് അതാണ് ഇഷ്ടം. നമ്മുടെ എന്തൂസിയാസ്റ്റുകൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ പോയി പിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് അത് പ്രിസർവ് ചെയ്യപ്പെടും. അതെ, ഇതിപ്പോ ഒന്നും അല്ലാണ്ട് ചിലപ്പോൾ ആൾക്കാർ ഇഗ്നോർ ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മറ്റേ കാലത്തിന്റെ ഇതുപോലെ പോണ്ട ഒരു വണ്ടിയാണ്, കൊണ്ടാണ്. അതെ, പക്ഷെ സംഭവം ഒരു ഡിഫറെന്റ് വണ്ടി. ആൻഡ് അതാണ് ആ ടേസ്റ്റ് കാണിക്കുന്നത്. ആബ്സല്യൂട്ട്ലി. കാര്യം ഇപ്പൊ ഒരു റെഗുലർ കാർ എടുത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആക്ച്വലി ഭയങ്കര എളുപ്പമാണ്. എന്ത് കാർ വേണമെങ്കിലും ഇപ്പൊ മെയിൻറ്റെയിൻ ചെയ്യാം. ഇറ്റ്സ് നോട്ട് ദാറ്റ് ബിഗ് ഓഫ് എ പ്രോബ്ലം. ബട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു വണ്ടി, ഇത്ര പ്രിസർവ്ഡ് ആയിട്ടുള്ള ഒരു വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ ആക്ച്വലി നമുക്ക് റെസ്പോൺസിബിലിറ്റി കൂടുതലാണ്, നമുക്ക് ടെൻഷൻ കൂടുതലാണ്. കാര്യം ഇത്രയും കൊല്ലം ഇത് അങ്ങനെ സർവൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആൻഡ് ഇനിയിപ്പോ നമ്മുടെ ഡ്യൂട്ടിയാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. സോ ദാറ്റ്സ് എൻ എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി. ലൈക്ക് ഫോർ എക്സാമ്പിൾ ആ ഗ്ലാസ്സിൽ കണ്ടോ, നോൺ പൊല്യൂട്ടിംഗ് വെഹിക്കിളിന്റെ ഒറിജിനൽ സ്റ്റിക്കർ ആണ്, ഫാക്ടറി PDI സ്റ്റിക്കർ ആണ്. സോ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇതിനകത്തുണ്ട്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് യു ഹാവ് ടു ടേക്ക് ദിസ് ഫോർവേഡ്. സോ ദാറ്റ്സ് എ ബിഗ് ടാസ്ക്, എസ്പെഷ്യലി ഇതിന്റെ പാർട്സ് ഒന്നും കിട്ടാത്ത സ്ഥിതിക്ക്. എന്തായാലും അവന് ഒരു ഇൻട്രസ്റ്റിംഗ് പ്രോജക്റ്റ് ആയിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും. ആൻഡ് നമുക്കാണെങ്കിലും ഇറ്റ്സ് വാട്ട് ഡു യു സേ an important part of auto evolution here. കാര്യം നമുക്കൊരു ഗ്ലോബൽ കാർ അല്ലെങ്കിൽ ഒരു വേൾഡ് കാർ ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് തന്നതും ഫിയറ്റ് ആണ്. ആൻഡ് അതിന്റെ ബാക്കി എല്ലാ വേർഷൻസ് ആസ് നമ്മൾ ഹാച്ച് ഇപ്പൊ കുറെ കാണുന്നുണ്ട്. കുറെ പേര് അതിന്റെ ലേറ്റർ വേർഷൻസും വന്നിട്ടുണ്ട്, ലൈക്ക് യുവർ പാലിയോ സ്റ്റൈൽ ഒക്കെ വന്നതുകൊണ്ട് ദോസ് കാർസ് പിന്നെയും കുറച്ച് റെപ്രസെന്റേഷൻ ഉണ്ട് ഒരു ഇന്ത്യൻ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ. ബട്ട് ദീസ് Gen 1 കാർസ് അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ കൂടുതൽ സെഡാൻ ആണെങ്കിലോ അല്ലെങ്കിൽ അതിന്റെ ലുക്സ് ഇഷ്ടമാണ്ടോ whatever, അത് തീരെ റെപ്രസെന്റഡ് അല്ല. ഇപ്പൊ കാണാണ്ടേ ആയിട്ടുണ്ട്. പിന്നെയും ഞാൻ Altura ഒക്കെ പിന്നെയും കാണാറുണ്ട്, അഡ്വഞ്ചർ പിന്നെയും അവിടെ ഇവിടെ ഒക്കെ കാണാറുണ്ട്, ബിക്കോസ് ഇറ്റ്സ് എ മച്ച് ലേറ്റർ കാർ. ബട്ട് ഒരു Siena മെയിൻറ്റെയിൻ ചെയ്യലാണ് ശരിക്കുള്ള അഡ്വഞ്ചർ. അതെ. സോ എഞ്ചിൻ സ്റ്റോക്ക് ആണെങ്കിൽ നമുക്ക് പെട്രോൾ ഈ 100 bhp വേരിയന്റ് വന്നിട്ട് ഡീസൽ ഉണ്ടായിരുന്നില്ലേ? ഡീസൽ ഉണ്ടായിരുന്നു. ഡീസൽ വാസ് എ 1.7 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ ആയിരുന്നു. അത് അത്യാവശ്യം TD60 എന്നാണ് അതിന് ബാഡ്ജിങ് ഉണ്ടായിരുന്നത്. ഇതിന് 16 വാൽവിന്റെ 16V ബാഡ്ജിങ് ഉണ്ടായിരുന്നു. ഫിയറ്റ് പിന്നെ ബാഡ്ജ് ഗെയിം പണ്ടേ സ്ട്രോങ് ആണ്. ഫിയറ്റ് യൂണോയ്ക്ക് പണ്ട് AC വെച്ചപ്പോ എയർ കണ്ടീഷൻഡ് പുറത്ത് ബാഡ്ജ് വെച്ച ആൾക്കാരാ. അപ്പൊ അതുകൊണ്ട് സോ ആ ഒരു ഡിഫറൻസ് അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ആ 16V എന്നുള്ള ബാഡ്ജിന്റെ ഒക്കെ മറ്റേ ബ്ലൂ ഔട്ട്ലൈൻ ഒക്കെ ഒരു റെഡ് ലെയറിൽ ഉണ്ടാക്കണതിന്റെ ഒരു പ്രത്യേകത നല്ല രസമുള്ള സാധനമാണ്. ആൻഡ് ഒറിജിനൽ ഫിയറ്റ് ബാഡ്ജ് മറ്റേ നമ്മുടെ 4 വരെയുള്ള ആ സാധനങ്ങളും. സോ ദിസ് ഈസ് ഫ്രം എൻ എറ നമുക്ക് പലവരും നമ്മുടെ ഫിയറ്റ് ഫാൻസ് ആണെങ്കിലും പലവരും കാണാത്തൊരു എറ എന്നാണ്. അന്ന് ഈ വണ്ടി ഇറങ്ങിയപ്പോ ഇതിന്റെ കൂടെ കുറെ ആക്സറീസ് ഉണ്ടായിരുന്നു. അന്ന് ഫിയറ്റ് റൂഫ് ബോക്സ് അങ്ങനെ കുറെ ഓപ്ഷണൽ ആക്സറീസ് ആയിട്ട് കുറെ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. വലിയൊരു ആക്സറീസ് കാറ്റലോഗ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പൊ യു ഡോണ്ട് സീ മാനുഫാക്ചേഴ്സ് ഡൂയിങ് ഓൾ ഓഫ് ദാറ്റ്. കാരണം എന്താ ഇവര് ചെയ്തിട്ട് എന്തായി അത് ശരിയാട്ടോ. പക്ഷെ ആക്ച്വലി ഫിയറ്റ് കുറെ ചെറിയ കുറെ സാധനങ്ങൾ ആദ്യത്തെ വണ്ടികളിൽ ഉണ്ടായിരുന്നു. അത് സബ്സിക്വന്റ്ലി അവർക്ക് മനസ്സിലായി ഇതൊന്നും ഇവിടെ കൊടുത്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ട് അവര് 1 by 1 എല്ലാം സ്കിപ്പ് ചെയ്തതാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും നാട്ടുകാർ മുഴുവൻ എല്ലാം കൊടുക്കാൻ തുടങ്ങി. എല്ലാവരും ഇവരെ നോക്കി ചിരിച്ചു, നിങ്ങളുടെ വണ്ടിയിൽ എക്വിപ്മെന്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. കാര്യം ഫിയറ്റ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇതുപോലത്തെ വണ്ടികളിലെ എയർ ബാഗ് ഓപ്ഷനിലായിട്ട് ഉണ്ടായിരുന്നു. ആ കാലത്ത് പാലിയോയിലും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു എയർ ബാഗ്, ABS ഓപ്ഷൻ ഉണ്ടായിരുന്നു. യെസ്. അതേപോലെ അന്നാണെങ്കിലും കുറെ കളേഴ്സും കുറെ ഓപ്ഷൻസ് എന്തൊക്കെയോ കുറെ ഡിസൈൻ സാധനങ്ങൾ പലതരം വീലുകൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ A178 പ്ലാറ്റ്ഫോമിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നിപ്പോ പറയും ഓക്കെ പോളോയിൽ നമുക്ക് ഇത്ര ഇഞ്ചും കിട്ടി എന്നുള്ളത്. നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു 1.2 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ 1.6 which is this car. അത് കഴിഞ്ഞ് TD60 1.7 TD ഡീസൽ, പിന്നെ നമ്മുടെ 1.9 ഡീസൽ ഇന്ത്യയിൽ ആദ്യത്തെ വണ്ടി വിത്ത് ഡ്രൈവ് ബൈ വയർ ത്രോട്ടിൽ അഫോർഡബിൾ കാറിൽ. സോ ദാറ്റ് വാസ് ദേർ. 1.3 മൾട്ടിജെറ്റ് ഉണ്ടായിരുന്നു ഇൻ 75 and 90 ട്രിംസ്. പിന്നെ 1.1 ഉണ്ടായിരുന്നു. പാലിയോന്റെ 1.6 ഉണ്ടായിരുന്നു. പിന്നെ പാലിയോന്റെ 1.2 ഉണ്ടായിരുന്നു. സോ
That's about 9 engines. അതെ, അതിൽ തന്നെ അന്ന് കാലത്ത് കൊടുത്തിട്ടുണ്ട് 9 വേരിയേഷൻസ്. അപ്പൊ ഈ വണ്ടി തന്നെ അത്രയും ഓപ്ഷൻസ് ഫിയറ്റ് കൊടുത്തിട്ടുണ്ട്. പുറത്ത് ഇതിന് ഓട്ടോമാറ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇന്ത്യയിലോട്ട് വന്നിട്ടില്ല. വി ഓൺലി ഗോട്ട് ദിസ് വൺ ഗിയർ ബോക്സ്. ഇതില് അന്ന് നമുക്ക് ഈ അടിയിൽ ലിഫ്റ്റിന് ചെറിയ റിംഗ് ഉണ്ട് റിവേഴ്സ് ഇടാനായിട്ട്. പലവരും അത് മിസ് ചെയ്ത് അത് ഒടിച്ചു കളയും. ഒടിച്ചു കളഞ്ഞിട്ട് റിവേഴ്സ് വീഴുന്നില്ല, ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങളായിട്ട് ആൾക്കാരന്ന് വരുമായിരുന്നു. ബട്ട് യാ, അതർവൈസ് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ഇപ്പൊ ഓടിക്കുമ്പോഴും ഇറ്റ് സ്റ്റിൽ ഫീൽസ് ക്വൈറ്റ് മോഡേൺ കേട്ടോ. നമുക്കൊരു ഭയങ്കര ഡേറ്റഡ് വണ്ടി ഓടിക്കണ ഒരു ഫീലില്ല. പല ജാപ്പനീസ് വണ്ടികൾ നമുക്ക് ഓടിക്കുമ്പോ ഒരു ഭയങ്കര ലൈറ്റ് ബിൽഡ് തോന്നും, ക്രൂഡ് ആയിട്ടൊക്കെ തോന്നും കാര്യങ്ങളിലൊക്കെ. അതെ, കാര്യം സൗണ്ട് ഇൻസുലേഷൻ ആണെങ്കിലും എല്ലാം കുറച്ചൊരു ബേസിക് ആയിട്ട് തോന്നും. അതാണ് അവർ പറയുന്ന ക്വാളിറ്റി നെവർ ഗോസ് ഔട്ട് ഓഫ് സ്റ്റൈൽ എന്ന് പറയുന്നത്. അതെ, അന്നൊരു നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടാക്കി, അന്നത് ഓടിക്കാൻ നല്ലതായിരുന്നു, ഇന്നും അത് നല്ലതാണ്. അവർ ആ ഒരു കാര്യത്തിലാണ് ഫണ്ടമെന്റൽ എഞ്ചിനീയറിംഗ് സൈഡ് ഇതിന്റെ ആക്ച്വലി ഭയങ്കര നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിപ്പോ റൈഡ് ആണെങ്കിലും ഹാൻഡ്ലിംഗ് ആണെങ്കിലും സ്റ്റിയറിംഗ് ഫീൽ, അത് പാലിയോന്റെ നമ്മൾ റിവ്യൂല് പറഞ്ഞിട്ടുണ്ട്. അത് ഓടിക്കാനായിട്ട് നമുക്ക് വണ്ടി കയ്യിൽ നിന്ന് പറന്നു പോകില്ല എന്ന് ഒരു ഫീൽ തരുന്ന ഒരു വണ്ടിയാണ് ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാ കാറുകളും. നമുക്ക് വിച്ച് കാൺ ബി സെഡ് അബൌട്ട് ദ ലൈറ്റർ ജാപ്പനീസ് കാർസ് ഓഫ് ദാറ്റ് ടൈം. പിന്നെ അന്ന് ഫിയറ്റ് ആണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ സ്റ്റേഷൻ വാഗണിനും ഹാച്ചിനും ഒക്കെ ബ്രേക്ക് സൈസ് വ്യത്യാസമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ നമ്മള് പാലിയോന് ഏറ്റവും കോമൺ ഒരു സ്വാപ്പാണ് അഡ്വഞ്ചറിന്റെ ബ്രേക്ക് കിറ്റ് എടുത്ത് പാലിയോ കയറ്റുന്നത്. അപ്പൊ അതിന് വലിയ ബ്രേക്സ് ആയിരുന്നു, സ്ലൈറ്റ്ലി ബിഗർ റോട്ടേഴ്സ് ആൻഡ് ബാക്കിലും ബിഗർ ഡ്രംസ് ആണ്. അപ്പൊ അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ വാഗണിന് അവര് സ്പെസിഫിക് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. സോ ഈ എക്വിപ്മെന്റ് കാര്യം തന്നെ പറയുമ്പോ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഫിയറ്റ് ആദ്യം കുറെ സാധനം കൊടുത്തിരുന്നു, പിന്നെ എല്ലാം കെടുത്ത് കളഞ്ഞു വന്നു. സോ പണ്ട് ഊണോ വന്ന ടൈം തൊട്ടേ ഈ ആദ്യത്തെ ഫിയറ്റുകൾക്ക് എല്ലാത്തിനും ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു ഫ്ലോർ സീറ്റ് റെയിലാണ് വരുന്നത്. നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അതൊരു കുറച്ചും കൂടി എക്കണോമിക് ആവാൻ വേണ്ടി അങ്ങനെ പൊങ്ങും. അതെ, സീറ്റ് പൊങ്ങും. അപ്പൊ എന്താ ഷോർട്ടർ ഡ്രൈവർ, അതുകൊണ്ടാണല്ലോ നമ്മൾ സീറ്റ് ഫ്രണ്ടിലേക്ക് ആക്കണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഓട്ടോമാറ്റിക്കലി സീറ്റ് കുറച്ച് പൊങ്ങുകയും ചെയ്യും. അല്ലെങ്കിൽ ആക്ച്വലി പെഡലിന്റെ പൊസിഷൻ അനുസരിച്ച് നമ്മുടെ കാല് റിലേറ്റീവ്ലി അത് തെറ്റായ ഒരു ഇതിലേക്ക് പോകും. അതെ, അപ്പൊ അങ്ങനത്തെ മൈനർ കാര്യങ്ങളെല്ലാം അവർ നോക്കിയിരുന്നു. അതേപോലെ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും അവര് ഇലക്ട്രിക് മിറേഴ്സ്, അതേപോലെ റിമോട്ടിൽ തന്നെ കീ ഫോബിൽ തന്നെ റിമോട്ട് ലോക്കിന്റെ സാധനം, അങ്ങനെ കുറെ കാര്യങ്ങൾ അവരന്ന് കൊടുത്തായിരുന്നു. ഇതൊന്നും ആരും അപ്രീഷിയേറ്റ് ചെയ്തില്ല. അപ്പൊ അടുത്ത ഓരോരോ കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് 1 by 1 എല്ലാം എടുത്ത് കളഞ്ഞു അവര്. പിന്നെ എനിക്ക് പക്ഷെ ഇതുവരെ മനസ്സിലാവാത്തത്, ഇതിന്റെ ലൈറ്റിന്റെ പൊസിഷനൊക്കെ കറക്റ്റാ. യു ഹാവ് ദ ലൈറ്റ്സ് ഓൺ ദ റൈറ്റ് സ്റ്റോക്ക് ആൻഡ് ദ വൈപ്പേഴ്സ് ഓൺ ദ ലെഫ്റ്റ് സ്റ്റോക്ക്, എല്ലാം കറക്റ്റ് ആണ്. പുണ്ട വന്നു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ തിരിച്ചുകൊണ്ട് മറിച്ചിട്ടു. അതേപോലെ എർഗണോമിക്സ് എല്ലാം ഒരു കുളമാക്കി. ദിസ് ഇസ് റിയലി നൈസ്ലി ഡൺ. ഇപ്പൊ നമുക്ക് നേരെ ആലോചിക്കാണ്ട് തന്നെ ഡോറിൽ നോക്കിയാൽ 2 പവർ വിൻഡോ ഡോറിലുണ്ട്, റിയറിന്റെ പവർ വിൻഡോ, സെൻട്രൽ കൺസോൾ, വേറെ കൂടുതൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. ആൻഡ് റിയർ സീറ്റ് ആണെങ്കിലും ഇതിന്റെ സാധാരണ യൂറോപ്യൻ വണ്ടികളുടെ നമ്മൾ ബാക്ക് സീറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി വെർട്ടിക്കൽ, ഇരിക്കാൻ വലിയൊരു സുഖമൊന്നും ഉണ്ടാവില്ല. ഇതിന്റെ റിയർ സീറ്റ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്. 4 പ്രോപ്പർ ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്, വിച്ച് ഇസ് എ റെയർ തിങ്. അപ്പൊ നമുക്ക് എന്തായാലും ഇന്ന് ഈ വണ്ടി ഓടിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ കുറെ കാലമായിട്ട് ഒരു സിയന വീക്കെൻഡ് ഇങ്ങനെ ഓടിക്കണം എന്ന് വെച്ചിരിക്കുകയായിരുന്നു. ആൻഡ് കുഡ് നെവർ ഫൈൻഡ് എ റണ്ണിങ് വൺ, ബട്ട് യാ അങ്ങനെ എന്തായാലും ആക്ച്വലി സിയന എന്ന് പറയുന്നത് ഇറ്റലിയിലെ ഒരു ടൗൺ. വീക്കെൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിലൊരു സന്തോഷം. അതെ, സിയന വീക്കെൻഡ് ഇൻ സിയന അങ്ങനെ ആക്കാം. ബട്ട് യാ നൈസ്. അപ്പൊ അങ്ങനെ ആ ഒരു നല്ല വീക്കെൻഡിൽ നമുക്ക് അവസാനിപ്പിക്കാന്നല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ഇൻ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലെറ്റ് us know in the comment section. അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളും നമ്മൾ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഡു കൺസിഡർ ക്ലിക്കിംഗ് ദ സബ്സ്ക്രൈബ് ബട്ടൺ. നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും. Stay tuned for more interesting content and we'll see you on another episode. Bye bye.